ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിനെതിരെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ്. സംഘടനാ നടപടി ആവശ്യപ്പെട്ട AICCക്കും KPCC പ്രസിഡന്റും പരാതി നൽകി. നിരന്തരം കോൺഗ്രസ് പ്രവർത്തകരെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന DCC പ്രസിഡന്റിനെതിരെ നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യം. സുബിനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സുബിൻ, എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരമൊരു പരാതി നൽകുന്നത്? തുടർച്ചയായി കോൺഗ്രസ് പ്രവർത്തകരെ DCC പ്രസിഡന്റ് അധിക്ഷേപിക്കുന്നുവെന്നാണോ ഈ പരാതിയിൽ പറയുന്നത്? തീർച്ചയായും അത്തരത്തിലാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇടുക്കി ജില്ലയിൽ ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ CP മാത്യുവും അതുപോലെ തന്നെ ഡീൻ കുര്യാക്കോസും തമ്മിലാണ് ഈ നേർക്കുനേർ യുദ്ധം ആരംഭിച്ചിട്ടുള്ളത്. ഇന്നലെ CP മാത്യു ഡീൻ കുര്യാക്കോസിന് എതിരായ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഡീൻ കുര്യാക്കോസ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരാമർശങ്ങൾ, അതായത് CP മാത്യുവിനെതിരെ നടത്തിയ പരാമർശങ്ങളെല്ലാം തന്നെ മൂക്കാതെ പഴുത്തതിന്റെ പ്രശ്നമാണെന്നും അതോടൊപ്പം തന്നെ ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്നതിനപ്പുറം മെമ്പർ ഓഫ് പഞ്ചായത്തായിട്ടാണ് ഈ ഡീൻ കുര്യാക്കോസ് പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളെല്ലാമാണ് DCC പ്രസിഡന്റ് മുമ്പോട്ട് വെച്ചത്. DCC സഹായിക്കാൻ ഡീൻ കുര്യാക്കോസ് ഒന്നും ചെയ്യുന്നില്ല എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ DCC പ്രസിഡന്റ് മുമ്പോട്ട് വെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഈ CP മാത്യുവിനെതിരെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ഡീൻ കുര്യാക്കോസിനെതിരായ വിവാദ പരാമർശങ്ങൾ അത് പ്രവർത്തകർക്കും അതുപോലെ തന്നെ മറ്റ് നേതാക്കൾക്കും വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ ആളാണ് ഡീൻ കുര്യാക്കോസ്. പക്ഷേ DCC പ്രസിഡന്റ് പലപ്പോഴും എല്ലാ നേതാക്കന്മാരെയും ഇകഴ്ത്തി കാട്ടാനും അതോടൊപ്പം തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനുമുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ DCC പ്രസിഡന്റിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നൊരാവശ്യം അവർ മുമ്പോട്ട് വയ്ക്കുകയാണ്. കൂടാതെ മുമ്പ് നിരവധിയായ വിവാദ പരാമർശങ്ങൾ നടത്തുകയും അംഗപരിമിതനായ ഒരു പാർട്ടി പ്രവർത്തകനെ മർദ്ദിക്കുകയും ചെയ്തെല്ലാം തന്നെ DCC പ്രസിഡന്റ് CP മാത്യു വിവാദത്തിൽ അകപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് നടപടി വേണമെന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒരു യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഈ വിവാദ പരാമർശങ്ങൾ വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നാരോപിച്ച് ഈ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഈ നവമാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് അനുകൂല നവമാധ്യമങ്ങളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലുമെല്ലാം ഈ DCC പ്രസിഡന്റിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട പ്രവർത്തകർ ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ഈ പരാതിയിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു കാത്തിരിപ്പുണ്ട്. അത് എന്ത് നടപടി AICCയും KPCCയും എടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഓക്കെ, ഇടുക്കിയിൽ DCC പ്രസിഡന്റിനെതിരെ യൂത്ത് കോൺഗ്രസ് AICCക്കും KPCC അധ്യക്ഷനും പരാതി നൽകിയിരിക്കുകയാണ്. ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവരെ DCC പ്രസിഡന്റ് തുടർച്ചയായി അധിക്ഷേപിക്കുന്നു. അത്തരം പ്രസ്താവനകൾ നടത്തുന്നതാണ് യൂത്ത് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സുബിനാണ് വിശദാംശങ്ങൾ നൽകിയത്.